പൃഥ്വിരാജ് സുകുമാരൻ, നിസാം ബഷീർ. ഐ നോ ബഡി കണ്ടു. എനിക്കിതൊരു ആവറേജ് വാച്ചായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് വാസ് പീക്ക്. പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഷോട്ടിൽ നമുക്ക് എന്താണ് ഇത് ഹൈസ്റ്റ് മൂവിയാണോ, ലൈക്ക് നമുക്ക് ഫുൾ ഒരു കൺഫ്യൂസിങ് ആയിട്ട് തരുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. മൂവി തുടങ്ങി ഒരു 5 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മൂവിയുടെ എഡിറ്റിംഗ് സ്റ്റൈൽ അടിപൊളിയായിരുന്നു. മൂവിയുടെ എഡിറ്റിംഗ് ആൻഡ് സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ഡയറക്ഷൻ ആൻഡ് മെയിൻലി ആക്ടിങ്. സോ ഞാൻ ബേസിക്കലി ഒരു പൃഥ്വിരാജ് ഫാനാണ്. വാട്ട് ആൻ ആക്ടിങ്, വാട്ട് ആൻ എഫേർട്ട്. അതിൽ കുറേ ഫൈറ്റ് ഉണ്ട്, ലൈക്ക് കമ്പയർ ടു എനിക്ക് ഈ മൂവി കുറേ നമ്മുടെ സെയിം നെയിമിൽ തന്നെ നോബഡി എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, ഇംഗ്ലീഷ് മൂവി. ആ മൂവി പോലെ അല്ല, ബട്ട് ആ മൂവിയിലെ ലൈക്ക് ചില ഫൈറ്റിംഗ് സീക്വൻസ് ഒക്കെ എനിക്ക് ഇതായിട്ട് ഭയങ്കര മാച്ചായിട്ട് തോന്നി. സോ മെയിൻലി ആ ബസ്സിലുള്ള ഫൈറ്റ് സീൻ ഏകദേശം ഒരു കമ്പാരിസൺ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് അൺവാണ്ടഡ് ആയിരുന്നു. ബസ് ഫൈറ്റ് സീൻ ആവശ്യം ഉണ്ടായിരുന്നില്ല മൂവിക്ക്. പാർവതി പൃഥ്വിരാജ് കോംബോ വീണ്ടും ഇതിനകത്ത് വർക്കൗട്ടായി. നല്ല ആക്ടിങ് ആയിരുന്നു. ആൻഡ് അവരുടെ മക്കളായിട്ട് അഭിനയിച്ച 2 കുട്ടികൾ, അതിലെ ഇളയകുട്ടി തൂക്കി. ഇളയകുട്ടി അടിപൊളിയായിരുന്നു. നല്ല ആക്ടിങ് ആയിരുന്നു. ഡയലോഗ്സൊക്കെ നല്ല ഡയലോഗ് ഡെലിവറിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം അറ്റ് സം പോയിന്റ് ലൈക്ക് സീരിയസ് സിറ്റുവേഷനിലൊക്കെ ആ കുട്ടിയെ ഡെലിവറി, ലൈക്ക് കുട്ടിയുടെ ആ ഒരു ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഐ നോ ബഡി ഒരു എബോവ് ആവറേജ് മൂവിയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ച് ഡ്രാഗിങ് ആയിരുന്നു, ഞാൻ പറഞ്ഞ പോലെ. ഫസ്റ്റ് ഹാഫ് വാസ് പീക്ക്. ഇത്രയും ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊരു എൻ്റെ ഒപ്പീനിയനാണ്, പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പം ഓവറോൾ ഒരു 1 ടൈം വാച്ചബിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ, ലൈക്ക് ന്യൂസ് ചാനൽസ്, നമ്മുടെ മീഡിയയ്ക്ക് ഇരയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരു പുതിയ ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ വഴിയിൽ പോവും. പഴയ ടോപ്പിക്ക് അപ്പം അവർ ഫ്ലിപ്പ് ചെയ്യും. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ലൈഫിൽ എത്രത്തോളം മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ മൂവി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവർക്ക് ഒരു ഹോട്ട് ടോപ്പിക്കാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് അവരുടെ റേറ്റിംഗ് ആണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. സോ അതിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. എൻ്റെ ഒപ്പീനിയനാണിത്. ലൈക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാം. സോ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നതേ ഉള്ളൂ. താങ്ക് യു. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്.